സ്വകാര്യ സർവകലാശാലയെ സഹായിക്കാൻ സാങ്കേതിക സർവകലാശാല ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലയുടെ കോഴ്സിന് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ KTU നീക്കം. KTUവിന് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് ഇത് സംബന്ധിച്ച് ഇമെയിൽ അയച്ച് സർവകലാശാല 5ാം സെമസ്റ്ററിലെ കോഴ്സ് പഠിക്കുന്നതിനാണ് സ്വകാര്യ സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. എന്താണ് KTUവിൻ്റെ പുതിയ നീക്കം? ഗുഡ് മോർണിംഗ് അക്ഷയ്. ഏതായാലും നിലവിലിപ്പോൾ സാങ്കേതിക സർവകലാശാല ശ്രമിക്കുന്നത് സാങ്കേതിക സർവകലാശാലയിലെ പഠനത്തിന് വേണ്ടി ഒരു സ്വകാര്യ സർവകലാശാലയിലെ കോഴ്സ് വിദ്യാർത്ഥികളെ കൊണ്ട് പഠിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. അതിന് 1000 രൂപ വീതം വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ KTUവിന് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകൾക്കാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം അതാത് കോളേജ് പ്രിൻസിപ്പൽമാർക്ക് KTU നൽകിയിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ ഈ ഒരു അയച്ചിരിക്കുന്ന ഇമെയിലിൽ വ്യക്തമാക്കുന്നത്, അതായത് ഈ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് 5ാം സെമസ്റ്റർ. ഈ 5ാം സെമസ്റ്ററിലെ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ സർവകലാശാല, അത് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ സർവകലാശാലയുടെ MOOC എന്ന കോഴ്സിന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിനായി ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഈടാക്കുന്നത് 1000 രൂപ വീതമായിരിക്കും. ഏകദേശം 30,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ 5ാം സെമസ്റ്ററിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, സർക്കാർ കോളേജുകളിലെ വിദ്യാർത്ഥികളടക്കം 1000 രൂപ നൽകി രജിസ്ട്രേഷൻ ഫീസ് നൽകി സ്വകാര്യ കോളേജിലെ കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഏത് രീതിയിൽ ചെയ്തിരുന്നു എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം മുൻ സിലബസ് പ്രകാരം അതത് കോളേജുകളിലെ അധ്യാപകർ പഠിപ്പിച്ചിരുന്ന വിഷയമാണിത്. അതാണ് ഇപ്പോൾ KTU VCയുടെ അടക്കം നിർബന്ധപ്രകാരം ഈ 5ാം സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനകം തന്നെ KTUവിൽ നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുമൊക്കെ പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അധ്യാപക തസ്തികകൾ അതിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് ഈ കോളേജുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ഇതിലൂടെ മുന്നോട്ട് പോകും എന്നുള്ളത് മറ്റൊരു കാര്യം ഇതിൽ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് സംസ്ഥാനത്തെ ഒരു സർവകലാശാല, സാങ്കേതിക സർവകലാശാലയുടെ കോഴ്സ് പഠിക്കുന്നതിന് പുറത്തുള്ള ഒരു സ്വകാര്യ സർവകലാശാലയുടെ കോഴ്സിന് അതിലേക്ക് ലിങ്ക് ചെയ്യുന്നത്? അവിടുത്തെ കോഴ്സ് എന്തിനാണ് സംസ്ഥാനത്തെ ഈ സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികളെ കൊണ്ട് പഠിപ്പിക്കുന്നത് നിർബന്ധപൂർവമായി എന്നുള്ളതാണ്. അതിന് ബദലായി ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ രീതിയിലുള്ള നീക്കം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ VC സിസ തോമസിന്റെ നിർബന്ധമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും ഇതിനെതിരെ ഇതിനകം തന്നെ പ്രതിഷേധമടക്കം ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയാണ് അക്ഷയ്. ഷിജ, UDF സർക്കാർ വന്നതിന് ശേഷം സമസ്ത മേഖലകളിലും സ്വകാര്യവൽക്കരണമാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിലെയും അങ്ങനെ ഒരു സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള നീക്കത്തിൻ്റെ ഒരു ആദ്യ പടിയായിട്ടൊക്കെ നമുക്കിതിനെ കാണാൻ സാധിക്കുമോ? ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിലുള്ള നീക്കം പല തരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ഉയരുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അക്ഷയ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വലിയ തോതിലുള്ള ഒരു അഴിമതിക്ക് കൂടി ഇതിൽ കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് അവിടെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നടക്കം ഉയരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിക്ക് 1000 രൂപയാണ് ഇങ്ങനെ ഈ സ്വകാര്യ സർവകലാശാല, പുറത്തുള്ള സ്വകാര്യ സർവകലാശാലയുടെ കോഴ്സ് പഠിക്കുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. 30,000 വിദ്യാർത്ഥികളാണ് ഈ 5ാം സെമസ്റ്ററിലുള്ളത്. അപ്പോൾ ഏകദേശം 3 കോടിയുടെ ഒരു അഴിമതി ഇതിന് പിന്നിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ വിമർശനം ഉയർത്തുമ്പോൾ അധ്യാപകരടക്കം പറയുന്നൊരു വിഷയം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും VCയെ തന്നെ ഇതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് നിലവിലിപ്പോൾ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നും എത്രത്തോളം അവർ പിന്നോട്ട് പോകാൻ തയ്യാറാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അക്ഷയ്. ശരി, വ്യക്തമാണ് ഷിജ, താങ്ക് യു. എന്തായാലും ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലയുടെ കോഴ്സിന് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനാണ് KTUവിൻ്റെ നീക്കം. KTUവിന് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് ഇത് സംബന്ധിച്ചുള്ള ഇമെയിലും സർവകലാശാല അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്.